ഈ ഒരു വീഡിയോ ഇൻഫോർമേറ്റീവ് ആണെന്നെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ട് ഷെയർ ചെയ്യണം നിങ്ങളുടെ ഫ്രണ്ട്സിന്. നമ്മളെല്ലാവരും ഫോണിൽ യൂസ് ചെയ്യുന്നവരാണല്ലേ. അതേപോലെ തന്നെ ഫോൺ ഡൗൺലോഡ് ചെയ്യുമ്പോൾ നമുക്ക് രണ്ട് ഫോർമാറ്റ് കിട്ടാറുണ്ട്. ഒന്ന് OTF-ഉം ഒന്ന് TTF-ഉം. എന്താണ് ഈ OTF അല്ലെങ്കിൽ എന്താണ് TTF നിങ്ങൾക്കറിയോ? TTF അഥവാ ട്രൂ ടൈപ്പ് ഫോണ്ട് 1980 മൈക്രോസോഫ്റ്റും അതേപോലെ തന്നെ ആപ്പിളും കൂടെ ഡെവലപ്പ് ചെയ്തെടുത്തൊരു ഫോർമാറ്റ് ആണ് TTF എന്നുള്ളത്. വളരെ സിമ്പിൾ ഉള്ള സ്ട്രക്ചറാണ്. അതേപോലെ തന്നെ പെട്ടെന്ന് റെൻഡർ ചെയ്തെടുക്കാൻ പറ്റും. അതേപോലെ തന്നെ എല്ലാ പ്ലാറ്റ്ഫോമിലും നല്ല ഈസി ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്നുള്ള ട്രൂ ടൈപ്പിന് ഏറ്റവും വലിയ ഇമ്പോർട്ടന്റ്. OTF അഥവാ ഓപ്പൺ ടൈപ്പ് ഫോണ്ട് നമ്മളെ അഡോബും മൈക്രോസോഫ്റ്റും കൂടെ ഡെവലപ്പ് ചെയ്തെടുത്തൊരു ഫോർമാറ്റ് ആണ് OTF എന്നുള്ളത്. നമ്മളെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടെക്നോളജി യൂസ് ചെയ്തിട്ട് ഡെവലപ്പ് ചെയ്ത ആയതുകൊണ്ട് തന്നെ നമ്മളിപ്പം അഡോബിന്റെ സോഫ്റ്റ്വെയർസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർസ് ആയിക്കോട്ടെ അതിലൊക്കെ നമുക്ക് OTF യൂസ് ചെയ്യാൻ പറ്റും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ OTF ഫോർമാറ്റിലെ കുറെ ഫീച്ചേഴ്സ് ഉണ്ട്. നമ്മളൊരു ടെക്സ്റ്റ് യൂസ് ചെയ്യണമെങ്കിൽ ഒരു ഫോണ്ടിന്റെ ഒരു A എന്നുള്ള ലെറ്റർ സെലക്ട് ചെയ്യുകയാണെങ്കിൽ അതിൽ തന്നെ ഒരുപാട് ആൾട്ടർനേറ്റീവ് ഓപ്ഷൻസ് കാണാൻ പറ്റും നമ്മൾ പല ഫോണ്ടുകളിലും. ഈ ഫീച്ചേഴ്സ് ഒക്കെ അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ OTF തന്നെ ഇൻസ്റ്റാൾ ചെയ്യണം. അതുകൊണ്ട് തന്നെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർസ് നിങ്ങൾ യൂസ് ചെയ്യണമെങ്കിൽ മസ്റ്റ് ആയിട്ട് OTF ഇൻസ്റ്റാൾ ചെയ്യാം. കാരണം നിങ്ങൾക്ക് മിസ്സായി പോകുന്നത് ചിലപ്പോൾ അടിപൊളി ഫീച്ചർ ആയിരിക്കാം. അപ്പൊ ഇനി ആരും പറയരുത് OTF എനിക്കറിയില്ല TTF എനിക്കറിയില്ല. നിങ്ങൾ അറിയാത്ത ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു.